അപ്പോൾ നോർമൽ ഒരു ജെൽ പെൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാലിഗ്രഫി ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ജെൽ പെന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കാലിഗ്രഫി ചെയ്യുന്ന ടൈമിൽ മുകളിലോട്ട് പോകുന്ന സ്ട്രോക്സും താഴോട്ട് പോകുന്ന സ്ട്രോക്സും ശ്രദ്ധിക്കണം. മുകളിലോട്ട് പോകുന്ന സ്ട്രോക്സ് എപ്പോഴും തിന്നായിരിക്കണം. നമ്മൾ താഴോട്ട് എഴുതുന്ന സ്ട്രോക്സ് എപ്പോഴും തിക്കുമായിരിക്കണം. അപ്പോൾ നമ്മൾ എഴുതുന്ന ടൈമിൽ കർസീവ് റൈറ്റിങ്ങിൽ എഴുതി കഴിഞ്ഞിട്ട് ഈ മുകളിലോട്ട് പോകുന്ന സ്ട്രോക്സിനെ വീഡിയോയിൽ കാണുന്ന പോലെ ഓവർലൈൻ ചെയ്തിട്ട് അതിനകത്തൊന്ന് കവർ ചെയ്തോ കൊടുക്കണം. മുകളിലോട്ട് പോകുന്നതിനെ തിന്നായിട്ട് തന്നെ വിടുക. അപ്പം ഞാൻ ഈ സംഭവം ഇങ്ങനെ പെൻ വെച്ച് ട്രൈ ചെയ്ത് തുടങ്ങിയത് നമ്മുടെ കൊറോണ ടൈമിലാണ്. എൻ്റെ ഒരു കസിനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നീ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ ഈ പെന്നൊക്കെ വെച്ച് ഞാൻ നോർമൽ ബോൾ പെൻ വെച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ അതിൽ നമ്മൾ കവർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ സ്ട്രോക്സ് പെട്ടെന്ന് കാണാൻ പറ്റും, ലൈക്ക് നമ്മളിങ്ങനെ കവർ ചെയ്യുന്ന ടൈമിൽ. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ജെൽ പെന്നാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം പിന്നെ ഞാൻ പിന്നീട് അതിന് ശേഷം ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ജെൽ പെൻസും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും പെൻറ്റോണിക്കിൻ്റെ ജെൽ പെന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്തത്. നമ്മൾ എഴുതുന്ന ടൈമിൽ എപ്പോഴും അപ്പ് സ്ട്രോക്സ് തിന്നുമായിരിക്കണം, ഡൗൺ സ്ട്രോക്സ് എപ്പോഴും തിക്കുമായിരിക്കണം. അത് ചെയ്യാൻ വേണ്ടി ഡൗൺ സ്ട്രോക്സ് ചെയ്യുന്ന ടൈമിൽ ഡൗൺ സ്ട്രോക്സിനെ ഒന്ന് ഡബിൾ ലൈൻ ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് നോർമൽ പെൻ വെച്ച് കാലിഗ്രഫി ചെയ്യുന്നതിൻ്റെ ബേസിക്സ് കിട്ടും. അപ്പോൾ പാർട്ട് 2 നമുക്കൊരു കോട്ട് എഴുതി നോക്കാം. എൻ്റെ അത് കാണണമെന്നുള്ളവർ ഫോളോ ഫോർ മോർ.